ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കേട്ടതും കണ്ടതും അറിഞ്ഞതും ഒന്നും സത്യമായിരുന്നില്ല എന്ന ഷോക്ക് ഇപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ അവൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്, അതിന് നിങ്ങൾക്കെന്താ എന്ന ചോദ്യവും. കിട്ടാനുള്ളതെല്ലാം കിട്ടിബോധിച്ചും കരഞ്ഞ് മേടിച്ചെടുക്കാൻ പറ്റുന്നതെല്ലാം മേടിച്ചെടുത്തും കള്ളം പറഞ്ഞ് ഏതോ പാവങ്ങൾക്ക് എത്തിപ്പെടേണ്ട പൈസ അത് പറ്റിച്ചോണ്ട് പോയാൽ പറ്റിക്കപ്പെട്ടവർ ചോദ്യം തന്നെ ചെയ്യും. ഇപ്പൊ ഞാനാണെങ്കിൽ തന്നോട് സംസാരിക്കുമ്പോ ഞാനിപ്പോൾ വേറൊരാളെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് ഞാൻ ആ ഒരു സ്പേസിൽ കിടക്കുന്നോണ്ട് ഞാൻ തന്നോട് പറഞ്ഞായിരിക്കും അല്ലേ. അപ്പം അത് പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ആ വ്യക്തി അതെടുത്ത് വേറൊരാൾക്ക് കൊടുക്കുമ്പോ ഈ കേൾക്കുന്ന ആളെന്താ വിചാരിക്കുക, ഞാൻ എന്തോ എന്നിട്ട് കുറ്റം പറഞ്ഞു, മനസ്സിലായോ? അതങ്ങനെ പോകത്തുള്ളൂ. അപ്പൊ നമ്മളെപ്പോഴും സംസാരിക്കുമ്പോ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോട് മാത്രമേ സംസാരിക്കൂ. അല്ലാതെ ഈ വോയിസ് എല്ലാം റെക്കോർഡ് ചെയ്ത് കണ്ടവർക്ക് കൊണ്ട് കൊടുക്കുന്നവർക്കൊന്നും സംസാരിക്കാൻ നിൽക്കരുത്. ഇപ്പൊ ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് വെച്ചോ, എനിക്ക് കുറെ കൊളീഗ്സ് ഉണ്ട്. അപ്പം എനിക്കതിൽ ഒരാളെ ഇഷ്ടമല്ല, മീൻസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി. അപ്പൊ ഞാൻ എന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടിനോട് ഇത് പറയുന്നു, അവൾ ഇങ്ങനെ ചെയ്തു, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. ഈ പറയുന്ന വ്യക്തി അത് കേട്ടിട്ട് കോൾ റെക്കോർഡ് ചെയ്ത് ആ വ്യക്തിക്ക് കൊണ്ടു കൊടുത്താൽ ഞാനും ഇതുപോലെ തെറ്റുകാരിയാത്തില്ലേ? അത്രേ ഉള്ളൂ. അത് തന്നെ സംഭവിച്ചത്. കണ്ടവർക്ക് വോയിസ് കൊണ്ടു കൊടുക്കുന്ന ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തവരോട് സംസാരിക്കരുത്. ആരോടാണ് ഇതൊക്കെ പറയുന്നത്? സത്യം പറ, നിങ്ങൾ അവളെ കുത്താൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തവരോട് സംസാരിക്കരുതെങ്കിൽ നിങ്ങൾ ഈ ഫോൺ കോൾ അവളോട് സംസാരിക്കാനേ പാടില്ല. മുംതാസിൻ്റെ കോൾ റെക്കോർഡുകൾ ഫിജോ ചേച്ചിയിലേക്ക്, സുനിത ചേച്ചിയുടെ കോൾ റെക്കോർഡുകൾ ഡോക്ടറിലേക്ക്, ഡോക്ടറുടെ കോൾ റെക്കോർഡുകൾ സെമീറയിലേക്ക്, സെമീറയുടെ കോൾ റെക്കോർഡുകൾ വീണ്ടും ഫിജോ ചേച്ചിക്ക്, ഫിജോ ചേച്ചിയുടെ ഗ്രൂപ്പിൽ നടന്ന എല്ലാ വോയിസുകളും സനുവിലേക്കും ഐമറിലേക്കും. ഇതെല്ലാം എത്തിച്ചവളോടാണോ നിങ്ങൾ ട്രസ്റ്റിനെ കുറിച്ച് പറയുന്നത്? അവൾ തന്നെ അവിടെ കണ്ണും വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്. സത്യം പറയാം, ചിലരുടെ ലൈഫ് കാണുമ്പോൾ സത്യം പറയാൻ കോമഡിയാണ്. വെല്ലുവിളിക്കുന്നു, വെല്ലുവിളി നടത്തിട്ട് എന്താ ചെയ്യാനാ? നമ്മുടെ ഗുണ്ടകളൊന്നും അല്ലല്ലോ വെല്ലുവിളിക്കാൻ. നോർമലായിട്ടുള്ള ആൾക്കാര്. അപ്പൊ നമ്മളെ ജീവിക്കാം, മറ്റുള്ളവരെ ജീവിക്കാനും അനുവദിക്കുക. എല്ലാവരും ചുമ്മാ എന്നിട്ട് എനിക്ക് മാത്രം ജീവിക്കണം, എന്നെ അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും, അങ്ങനൊന്നും ഒന്നും നടക്കത്തില്ല. അത് നടക്കുന്ന കാര്യമല്ല. ഷംലാത്തയുടെ ഫോട്ടോ FBയിലിടുമെന്ന് പറഞ്ഞ ആരാണ്? ബിന്ദു ചേച്ചിയുടെ ഫോട്ടോ FBയിലിടുമെന്ന് പറഞ്ഞ ആരാണ്? അപ്പോൾ ആരാണ് ഗുണ്ടാവളയാട്ടം കാണിക്കുന്നത്? ഞാനിപ്പോൾ പറയും, ഞാനിപ്പോൾ ലൈവ് ഇടും എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നത് ആരാണ്? പ്രഷറിലാക്കുന്നത് ആരാണ്? നടിയല്ലേ. ചെയ്യുന്ന തെറ്റുകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും, കടല തിന്നും എന്ന് പറയുന്ന ആരാണ് ബാങ്കറെ? ഒരാളെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ മോശം പറയാൻ പറ്റുന്നത് അവരുടെ ക്യാരക്ടറിനെ പറ്റിയാണ്, മനസ്സിലായോ? ആ ക്യാരക്ടറിനെ അസാസിനേറ്റ് ചെയ്യുക, അതാണ് ചെയ്തോണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര അസാസിനേറ്റ് ചെയ്താലും ഒരു മനുഷ്യനും അങ്ങനെ ആവത്തില്ല. നമ്മൾ 5 വിരലുകൾ ഒരാളുടെ നേരെ നീട്ടുമ്പോൾ ആ ഒരു വിരലെങ്കിലും നമ്മളുടെ നേരെയാണെന്ന് ഓർക്കണം. നിങ്ങൾ എല്ലാവരും എങ്ങനെയാണ്? നിങ്ങൾ എല്ലാവരും പെർഫെക്റ്റ് ആണോ? നിങ്ങൾ ദ ബെസ്റ്റ് മദർ, ദ ബെസ്റ്റ് വൈഫ്, ഇതാണോ നിങ്ങളുടെ ലൈഫില്? നിങ്ങൾ ഈ രണ്ട് കാറ്റഗറിയിലും നിങ്ങൾ ബെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തനുവിനെ കുറ്റപ്പെടുത്താം. നിങ്ങൾ പെർഫെക്റ്റ് ആണോ? അത് ആദ്യം നിങ്ങൾ പറ. നിങ്ങൾ ആരെങ്കിലും പെർഫെക്റ്റ് ആണോ? നിങ്ങൾ നല്ല 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 വൈഫാണ്, ഏറ്റവും നല്ല അമ്മമാരാണ് നിങ്ങൾ. നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് വേറൊരാളെ കുറ്റപ്പെടുത്താൻ അധികാരമുള്ളൂ. ചുമ്മാ വന്നിരുന്നിട്ട് അങ്ങ് പറയും. ആദ്യം നിങ്ങൾ ആലോചിക്കുക, ഞാൻ ചെയ്ത എന്റെ ലൈഫിൽ ഞാൻ ചെയ്തതെല്ലാം ശരികളായിരുന്നോ? ഒരമ്മ എന്ന നിലയിൽ നിങ്ങൾ കറക്റ്റ് ആണോ? ഒരു വൈഫ് എന്ന നിലയിൽ നിങ്ങൾ കറക്റ്റ് ആണോ? എന്നിട്ട് നിങ്ങൾ വല്ലവരും പറയുന്നേ. ബാങ്കർ പറഞ്ഞതിലൊരു വാലിഡ് പോയിന്റ് ഉണ്ട്. ഒരു സ്ത്രീനെ മോശമാക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ക്യാരക്ടറിനെ കുറിച്ച് മോശം പറയുകയാണ് ആദ്യമേ ചെയ്യുക. അതുപോലെ പെർഫെക്റ്റ് ആയിട്ടില്ലാത്ത ഒരാൾക്ക് അടുത്ത ആളെ കുറ്റം പറയാനും പറ്റില്ല. അന്യപുരുഷൻ തൊട്ടപ്പോൾ ഞാൻ വെറും സ്ത്രീയായി പോയി എന്ന് പറഞ്ഞവൾ, താൻ ചെയ്ത പാപങ്ങളുടെ ചുമട് തോളിലേറ്റി നടക്കുന്നവൾ, താൻ ചെയ്ത പാപങ്ങളും കള്ളങ്ങളും കള്ളം പറഞ്ഞു തന്നെ മറച്ചു നടക്കുന്നവൾ. ഇങ്ങനെ പെർഫെക്റ്റ് അല്ലാത്ത ഒരുത്തിക്ക് മറ്റുള്ളവരുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയാനുള്ള അധികാരം എന്താണ്? ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ അന്യപുരുഷനെ കണ്ടു എന്ന് ലൈവ് സ്ട്രീമിൽ കൂടെ കയറി വിളിച്ച് പറഞ്ഞവളാണിവൾ. ജീവിതമാർഗമില്ലാതിരുന്ന ഇവൾക്ക് കൈത്താങ്ങായി വന്ന സ്ത്രീകളെ ലെസ്ബിയൻ എന്ന പട്ടം ചുമത്തിക്കൊടുത്തോളും ഇവൾ തന്നെ. ഈ ക്യാരക്ടർ അസാസിനേഷൻസ് ഒക്കെ ബാങ്കർ ഏത് കണക്കിലാണ് പെടുത്തുന്നത്? ദ ബെസ്റ്റ് ഹ്യൂമൻ അവാർഡ് കൊടുത്താലോ ഇവക്ക്? ഇനി കമ്മിങ് ടു ദ സെക്കൻഡ് പോയിന്റ്, ദ ബെസ്റ്റ് വൈഫ് ആൻഡ് ദ ബെസ്റ്റ് മദർ.
അവളൊരു നല്ല അമ്മയായിരുന്നെങ്കിൽ അവളുടെ കുഞ്ഞ് തൻ്റെ സങ്കടങ്ങൾ പറയാൻ മറ്റൊരു സ്ത്രീയെ തിരഞ്ഞെടുക്കില്ലായിരുന്നു. ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ പെർഫെക്റ്റ് മദേഴ്സ് തന്നെയാണ് ബാങ്കറെ. സെക്ഷൽ ഡിസയറിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന നിങ്ങളുടെ വീട്ടിലിതുണ്ടാകുമോ? ബാങ്കറിൻ്റെ മകൻ കരഞ്ഞുകൊണ്ട് വേറെ ആരോടെങ്കിലും ഇങ്ങനെ പറയുമോ? അമ്മ മറ്റൊരാളുടെ കൂടെ സമയം ചിലവാക്കുന്നതും അവർ തമ്മിലെ അവിഹിതം നേരിൽ കണ്ട കാര്യവും പറഞ്ഞ് കരയുമോ? അങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമോ? അമ്മയുടെ അനാവശ്യ കൂട്ടുകെട്ടുകൾ കാരണം ഈ മകൾ സ്വയം ജീവിതത്തിൽ നേരിടാൻ സാധ്യതയുള്ള റിസ്കുകളെക്കുറിച്ച് ബാങ്കർ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഒരു കുഞ്ഞിനെ ഭയത്തിലും വേദനയിലും ആഴ്ത്തിയിട്ട് വേണോ നിങ്ങളുടെ സെക്ഷൽ ഡിസയർ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്? അതിനു വേണ്ടിയിട്ടാണോ ഫുൾ പവറിൽ ബാങ്കർ സപ്പോർട്ട് നിൽക്കുന്നത്? ആ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ചല്ലേ 9 ആളുകളെ നീ താങ്ങുമോ എന്നുള്ള ചോദ്യം നിങ്ങൾ നടിയോട് ചോദിച്ചത്? ഫീലിംഗ് അഷെയിംഡ് ഓഫ് യു ശ്രീയെ. ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്ന് പറയാനുള്ള യാതൊരു അർഹതയും നിങ്ങൾക്കില്ല. നിങ്ങളെന്താണ് പറഞ്ഞത്? അവരവരുടെ കുട്ടികളെ അവരവരുടെ ഇഷ്ടത്തിന് വളർത്താമെന്നോ? നല്ല മെസ്സേജാണല്ലോ നിങ്ങൾ ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. കൂട്ടുകാരൻ അഡ്വക്കേറ്റ് ആണെന്നല്ലേ പറഞ്ഞത്? ഒന്ന് ചെന്ന് തിരക്കി നോക്ക്. പിന്നെന്താ പണത്തിൻ്റെ അഹങ്കാരം ഞാൻ കാണിക്കുമെന്നോ? ഞാനുമില്ലേ, നീ കേട്ടോ, പണം കയ്യിലുണ്ടെങ്കിൽ അത് നിൻ്റെ കയ്യിലും നിന്നോട് ഭിക്ഷ എടുക്കുന്നവരുടെയും കയ്യിലിരിക്കും. അത് കണ്ട് വാ തുറന്നിരിക്കുന്ന അവിടുത്തെ കമൻറ്റ് ബോക്സിലെ പെണ്ണുകൾ മാത്രമല്ല ഈ കേരളത്തിലുള്ളത്. വല്ലവൻ്റെയും കയ്യിലെ പണത്തിന് മോഹിക്കാതെ അധ്വാനിച്ച് ജീവിക്കുകയും സമ്പാദിച്ച പണം കൊണ്ട് നന്മകൾ ചെയ്തു പോരുകയും അതിൽ ഒരു ചതി പറ്റിപ്പോയവരുമാണ്. അപ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. അതിനെ തടയാൻ നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നിൻ്റെ സംസാര രീതികൾ കേട്ടാലറിയാം നീ വെറും ഉടായ്പാണെന്ന്. നിൻ്റെ DP പിക്ചർ പോലും ഒറിജിനലല്ല. നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത പിക്ചേഴ്സ് കൊണ്ട് സ്റ്റാറ്റസ് ഇട്ട് നിനക്ക് പറ്റിക്കാം. ചില ബന്ധബുദ്ധികളെ മാത്രം. അല്ല, നമ്മള് സ്ലിം ബ്യൂട്ടീസ് ആണെങ്കിലും നമ്മുടെ വേറെ ഉണ്ടച്ചിന്ന് വിളിക്കുന്നതിൽ അർത്ഥം ഉണ്ടെന്ന് പറയാം. നിങ്ങളെല്ലാരും പെർഫെക്റ്റ് ആണോ? നിങ്ങൾക്ക് വണ്ണമുണ്ട് എന്നിട്ടാണ് നിങ്ങൾ മറ്റൊരാളെ ഉണ്ടച്ചിന്ന് വിളിക്കുന്നത്. സോ അപ്പൊ നിങ്ങളെല്ലാരും ഉണ്ടച്ചികളല്ലേ? നിങ്ങളിരുന്ന ഉണ്ടച്ചിയാണ് മറ്റൊരു ഉണ്ടച്ചിയെ കുറ്റം പറയുന്നത്. ഓ മൈ ഗോഡ്. അല്ല, ഞങ്ങളിപ്പോ സ്ലിം ആയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ആരാണ് നടിയെ ഇപ്പം സ്ലിം ആയിക്കൊണ്ടിരിക്കുന്നയാൾ, നിങ്ങളെ ഉണ്ടച്ചി എന്ന് വിളിക്കുന്നയാൾ? ഇവരെ ആ വാക്ക് വിളിക്കുന്നത് വേറെ ആരോ ആണ്. പക്ഷെ ഇവരാ പഴി കൊടുക്കുന്ന ആർക്കാണ്? ഇങ്ങനെയാണ് ഇവർ കാണികളുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്നത്. പിന്നെ ഓ മൈ ഗോഡ് ബാങ്കർ, അതെങ്ങനെയാ? സ്ലിം ആയിട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത്? നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടാണോ ഇരിക്കുന്നത് മറ്റുള്ളവരെ ഉണ്ടച്ചി എന്ന് വിളിക്കാനെന്നോ? എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ സ്ലിം ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും ഇരിക്കുന്ന ആൾക്കാർക്ക് മറ്റുള്ളവരെ ഉണ്ടച്ചി എന്ന് വിളിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ബാങ്കറിൻ്റെ കണക്ക് പ്രകാരം എന്തെങ്കിലും ഒന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ, അതില്ലാത്തവരെ നമുക്കതും പറഞ്ഞ് കളിയാക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഇതൊക്കെ നീ ഏത് യൂണിവേഴ്സിറ്റി നാടി പഠിച്ചിട്ട് വന്നത്? ആരും ആരെയും കളിയാക്കരുത് എന്നാണോ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടത്? അല്ലാതെ നീ പെർഫെക്റ്റ് ആണെങ്കിൽ നിനക്ക് മറ്റുള്ളവരെ കളിയാക്കാമെന്നല്ല. പ്രമീല തനേജ ആരുടെയും കയ്യിൽ നിന്ന് മണി വാങ്ങിയിട്ടില്ല. എല്ലാരും തനേജയ്ക്ക് അങ്ങോട്ട് കൊണ്ട് കൊടുത്തതാണ്. ഐ തിങ്ക് ഇതുവരെ പ്രമീല അത് കണ്ടിട്ടില്ലേ, തനേജ മണി കൊണ്ട് കൊടുക്കുന്നത്? അവൾ ആരോടും പണം ചോദിച്ച് മേടിക്കത്തില്ല എന്ന് ഇത്ര ഉറപ്പിച്ച് പറയാനുള്ള റീസൺ? ഇത്രയ്ക്കും ഡീപ്പായിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടി ജനിച്ചപ്പോൾ തൊട്ട് നീ അവരുടെ കൂടെയായിരുന്നോ? ഇതുവരെ പ്രമീളെ അത് കണ്ടിട്ടില്ലേ? ആരുടെ കയ്യിൽ നിന്നും പൈസ ഇങ്ങോട്ട് മേടിക്കത്തില്ല, എല്ലാവരും അങ്ങോട്ട് കൊണ്ട് കൊടുക്കുകയാണെന്ന്. എന്നാ ഓ മൈ ഗോഡ് മേഡം, ചോദിച്ച് മേടിക്കുന്നതിൻ്റെ തെളിവ് തരട്ടെ. നിങ്ങൾ അവരെക്കുറിച്ച് എന്തോ അറിഞ്ഞിട്ടാണ് സ്ത്രീയെ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നത്? പറയുന്നല്ല, ഞാൻ സത്യമല്ലേ പറഞ്ഞത്. ഏത് പെണ്ണിനാ സെക്ഷൽ ഡിസയർ ഇല്ലാത്തത്? ലോകത്ത് ഏത് പെണ്ണിനാ ഫീലിങ്സ് ഇല്ലാത്തത്? ആർക്കാ ഇല്ലാത്തത്? ഞാനൊരു കാര്യം പറയട്ടെ ആർഎസ്എ, സെക്സ് എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീയുടെയും ഒരു എന്താ പറയാ, അതൊരു എല്ലാവർക്കും ഉള്ള വികാരമല്ലേ. ഈ തനുവിന് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും ആ വികാരമുണ്ട്. തനു മാത്രമല്ല, തനു സിംഗിൾ ആയിട്ട് ജീവിക്കുന്നുള്ള തനുവിനും ചിലപ്പോൾ അങ്ങനത്തെ ഫീലിങ്സ് ഉണ്ടായിരിക്കും. ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിരിക്കാം. നിങ്ങളൊക്കെ ആരെ ജഡ്ജ് ചെയ്യാൻ? ഇവരൊക്കെ ആരോട് ജഡ്ജ് ചെയ്യാൻ? നിങ്ങൾ എല്ലാവർക്കും ഈ ഫീലിങ്സ് ഇല്ലാത്ത ആൾക്കാരാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫീലിങ്സ് ഉള്ളവരാണ്. നിങ്ങൾ ഈ വന്നിരുന്ന് പറഞ്ഞു കേട്ടാ വിചാരിക്കും ലോകത്തുള്ള തനുവിന് മാത്രം ഈ ഫീലിങ്സ് ഉള്ളത്. ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും ഈ ഫീലിങ്സ് ഉണ്ട്. പിന്നെ അത് നമ്മളുടെ പേഴ്സണൽ ഇഷ്ടമല്ലേ. നമ്മളെ ആരെ വിളിച്ച് സെക്സ് ചെയ്യണമെന്നോ വീട്ടിൽ കയറ്റണമെന്നോ അത് നമ്മുടെ ഇഷ്ടമാണ്. അല്ലാതെ നിങ്ങൾ ആരും അല്ലാതെ ഡിസൈഡ് ചെയ്യുന്നത് തനുവിന്റെ സ്വഭാവം എന്താണെന്ന്, തന്നെ ആരുടെ കൂടെ പോകണമെന്നോ നിങ്ങളല്ല ഡിസൈഡ് ചെയ്യുന്നത്. യു ഡോണ്ട് ഹാവ് ദാറ്റ് ഫീലിങ്സ്. ഈച്ച് ആൻഡ് എവരി പെണ്ണിനും ആ ഫീലിംഗ് ഉണ്ട്. ചുമ്മാ ആളുടെന്ന് പറഞ്ഞിരുന്ന് പറയരുത് എനിക്ക് ആ ഫീലിംഗ്. അങ്ങനെ ഇല്ലാത്തതൊന്നും പെണ്ണുങ്ങളല്ല, എല്ലാവർക്കും ഉണ്ട് സെക്ഷൽ ഡിസയർ. ചുമ്മാ വന്നിരുന്നിട്ട് നമുക്ക് കാണുന്നവരോടെല്ലാം ഒരിക്കലും ആർക്കും സെക്സ് തോന്നത്തില്ല. ഓക്കെ,
നിങ്ങൾ വെറുതെ വന്നിട്ട് അങ്ങനെയാണെങ്കിൽ തനു എന്തിനാ തനു ഈ ലൈവിൽ വന്നിരുന്ന ഇങ്ങനെ ലൈവിന്റെ ആവശ്യം എന്താ തനുവിന് പോയിട്ട് കണ്ട ആണുങ്ങളുടെ കൂടെ പോയിട്ട് കാശ് വെച്ചപ്പോരെ എന്നാൽ തനു അതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു ഈ ലൈവ് ഇരിക്കുന്നതിനെക്കാട്ടി കാശ് കൂടുതൽ അവന്മാര് തരും. കൊള്ളാം, നല്ല ഉപദേശം. എന്തിനാ വെറുതെ ലൈവിലിരിക്കുന്നതെന്നല്ലേ? നിങ്ങൾ പറഞ്ഞ കണക്ക് ആരോടെങ്കിലും ഒരു ഇഷ്ടം തോന്നുന്നത് തെറ്റല്ല, പക്ഷേ അത് വീണ്ടും വീണ്ടും നമ്മളെ റിജക്റ്റ് ചെയ്യുന്ന ഒരാളോടാവരുത്. നമുക്ക് ഈ സിറ്റുവേഷൻ ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കാം. ഇവരുടെ സ്ഥാനത്തൊരു പുരുഷനായിക്കോട്ടെ, ഇഷ്ടമല്ലാതിരുന്നൊരു സ്ത്രീയെ വീണ്ടും വീണ്ടും ശല്യപ്പെടുത്തുക എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു കാണും ഈ സൊസൈറ്റിയുടെ റിയാക്ഷൻ? അപ്പോഴും ബാങ്കർ ഇതുപോലെ പറയുമോ, സെക്ഷൽ ഡിസയർ ആരോട് വേണമെങ്കിലും കാണിക്കാമെന്ന്? കള്ളം പറയരുത്, ഇതില്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളല്ല, ലോകത്തെ എല്ലാ സ്ത്രീകൾക്കും ഈ ഫീലിങ്സ് ഉള്ളതാണ്, അവർക്ക് മാത്രം എന്തേ അത് പാടില്ല എന്ന്. ബാങ്കറെ എല്ലായിടത്തും കൊണ്ട് ആസക്തി കാണിക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ മനുഷ്യനും മൃഗത്തിനും എന്താണ് ബാങ്കറെ വ്യത്യാസം? ഏതൊരു സാഹചര്യത്തിലും ഏതൊറ്റപ്പെടലിലും അന്യനായ ഒരുവനെ നിന്നെ നോട്ടം കൊണ്ടുപോലും തൊടാനൊക്കരുത്. അതാവണം സ്ത്രീ. ക്യാരക്ടറുള്ള സ്ത്രീകളെന്ന് വെച്ചാൽ അങ്ങനെയാണ് ബാങ്കറെ. തൻ്റെ മകൾ, തൻ്റെ സഹോദരി, അമ്മ, കാമുകി, ഭാര്യ, സുഹൃത്ത് എന്ന് നമ്മുടെ ചുറ്റുമുള്ള ഓരോ പെണ്ണുങ്ങളെയും അങ്ങനത്തെ ക്യാരക്ടറായിട്ട് കാണാനാണ് നമുക്കിഷ്ടം. അല്ലാതെ തൊട്ടു വീണുപോയി എന്നാവരുത് ജീവിതം. അങ്ങനത്തെ ആൾക്കാരെ നമ്മളെല്ലാവരും കാണുന്നത് വേറൊരു കണ്ണുകൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മൾ ആരെ വിളിച്ച് വീട്ടിൽ കയറ്റണമെന്നുള്ളത് നമ്മുടെ പേഴ്സണൽ ഇഷ്ടമാണെന്നുള്ളത്. അതിനവരോട് ഒറ്റയ്ക്കല്ല താമസിക്കുന്നത്, അവർക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നത് കണ്ടിട്ട് ആ കുട്ടിയുടെ മനസ്സ് വേദനിക്കരുത് എന്ന് ഞങ്ങൾ കുറച്ച് പേര് വിചാരിച്ചാൽ അതിൽ തെറ്റുണ്ടോ? ഇപ്പോൾ പറയാൻ വരുന്ന പോയിന്റ് കറക്റ്റായിട്ട് ബാങ്കറിന് മനസ്സിലാവുന്നുണ്ടോ? നിയമത്തിന്റെ വഴി പോവുക. എന്ത് നിയമാടോ നിങ്ങളൊക്കെ എനിക്ക് ചെയ്തു തന്നെ, എന്നിട്ട് ഞാൻ നന്ദിയില്ലാത്തവളല്ലേ? നിങ്ങളുടെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, അവിടെ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുക, ഇവിടെ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുക എന്ന് കുരങ്ങനെ പോലെ ഇവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിച്ചു എന്ന് പറഞ്ഞിട്ട്. ആർക്ക് വേണ്ടിയിട്ടാണ് അവരൊക്കെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലയോ? ഇവിടെ ആരും നിയമവും നീതിയും ഒന്ന് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ബാഗിലോ പോക്കറ്റിലോ കൊണ്ട് നടക്കുകയല്ല ചോദിക്കപ്പോൾ എടുത്തങ്ങ് തരാനായിട്ട്. ക്ഷമ വേണം, കഷ്ടപ്പെടണം, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യണം. നിങ്ങളുടെ കേസിന് വേണ്ടി ബാക്കിയുള്ളവരെടുത്തിൻ്റെ എഫേർട്ടിൻ്റെ പകുതിയുടെ പകുതി പോലും നിങ്ങൾ എടുത്തിട്ടില്ല. ഏതെങ്കിലും ഒരു പരാതിയിന്മേൽ നടപടി ഉണ്ടാവുന്നതിന് മുന്നേ പകുതിയിൽ വെച്ച് നിങ്ങളത് എടുത്തെറിഞ്ഞിട്ടോടും. എന്നിട്ടും രണ്ടാമത് എന്തെങ്കിലും സഹായം നിങ്ങൾ ചോദിച്ചു വരുമ്പോഴത്തേക്ക് സഹായിച്ചിട്ടുള്ളവരാണിവർ. അതൊന്നും ഓർക്കാത്ത നിങ്ങളെ ഒരു സംശയം കൂടാതെ വിളിക്കാം നന്ദിയില്ലാത്തവളെന്ന്.